എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ ലസാഗു ഉസാഖ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ പറയുന്ന അഞ്ചാമത്തെ ഭാഗമാണ് ഇത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻ ടൈപ്സാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം അത് വളരെയധികം തവണ എക്സാമിന് ഒരുപക്ഷെ ഈ ടോപ്പിക്കിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളിൽ പെടുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതിനെല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള സ്വഭാവം, അതായത് ചോദ്യത്തിൻ്റെ ഭാഷയിലാകട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളിലാകട്ടെ സിമിലർ ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ചോദ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിലെല്ലാം തന്നെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് LCMൻ്റെ ലോജിക്കിലുള്ള, അതായത് ലസാഗുവിൻ്റെ ലോജിക്കിലുള്ള ചോദ്യങ്ങളാവും കൂടുതൽ. HCFനേക്കാളും കൂടുതൽ ലസാഗുവിൻ്റെ മോഡലിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസ് മുതൽ അങ്ങോട്ട് ഇനി നമ്മൾ പറയുന്ന LCM HCFൻ്റെ ചോദ്യങ്ങളെന്ന് പറയുന്നത് അത് പ്രാക്ടിക്കൽ എക്സാമ്പിൾസാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ആദ്യത്തെ 4 ഭാഗങ്ങളിലും പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും മുഴുവൻ ചോദ്യങ്ങളിലും ലസാഗു അല്ലെങ്കിൽ ഉസാഖ എന്ന വാക്കുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചാണ് ചോദ്യം ചോദിച്ചത്. അപ്പോൾ നമുക്കത് LCM HCF ടോപ്പിക് ആണെന്ന് നമുക്ക് പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അത് ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളിൽ LCM എന്നോ HCF എന്നോ ലസാഗു ഉസാഖ എന്നീ വാക്കുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ചോദ്യം ചെയ്യാൻ നമുക്ക് ആ ആശയങ്ങൾ ആവശ്യമാണ് താനും. അപ്പോൾ അത് ചോദ്യങ്ങൾ വ്യക്തമായുള്ള പരിചയത്തിൽ നിന്ന്, മുമ്പ് ചെയ്തുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊരു പരീക്ഷാ ഹോളിലിരുന്ന് പെട്ടെന്ന് അത് LCMനെ പറ്റിയുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ HCFനെ പറ്റിയുള്ള ചോദ്യമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ആ ഓരോ ചോദ്യങ്ങളും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, ഏത് രീതിയിലാണ് അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു പോകും. ആദ്യത്തെ ചോദ്യം, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആ ചോദ്യം ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി പോവുക. 12, 16 2 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ഈ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇതാണ് നമുക്ക് LCMനെ പറ്റി ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിളായ ചോദ്യം. ചോദ്യത്തിൽ നമുക്ക് LCM എന്ന വാക്കില്ല. പക്ഷേ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിലേക്ക് LCMൻ്റെ ആശയം കടന്നു വരുന്നത്? നമുക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ, 2 അതിലധികമോ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന, അതായത് ഒരു സംഖ്യയെ നമ്മൾ 12 കൊണ്ട് ഹരിച്ചാലും 16 കൊണ്ട് ഹരിച്ചാലും അവിടെ ശിഷ്ടം ഇല്ലാതെ ഹരിച്ചു പോകുന്നു. അതിനാണ് നമ്മൾ നിശേഷം ഹരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 12, 16 എന്നീ 2 സംഖ്യകൾ കൊണ്ടും ശിഷ്ടമില്ലാതെ ഹരിക്കാവുന്ന. അപ്പോൾ നമുക്കൊരു അർത്ഥം മനസ്സിലാക്കണം, 12ൻ്റെയും 16ൻ്റെയും ഗുണിതമായിരിക്കണം അല്ലേ ഈ സംഖ്യ. 12ൻ്റെയും 16ൻ്റെയും ഗുണിതമാണെങ്കിൽ മാത്രമേ നമുക്ക് ഹരിക്കുമ്പോൾ ശിഷ്ടം 0 ആവുകയുള്ളൂ അല്ലേ. അപ്പോൾ 12ൻ്റെയും 16ൻ്റെയും പൊതുവായ ഏറ്റവും ചെറിയ ഗുണിതം, അതിനാണ് നമ്മൾ എന്ത് പറയുക, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് LCMൻ്റെ ആശയം വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഇനി എപ്പോൾ കണ്ടാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അതിനകത്തുണ്ട്. 2 അതിലധികമോ സംഖ്യകൾ തന്നിട്ട് അവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഈ ഒരു പദം നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളിൽ 2 അതിലധികമോ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന പ്രയോഗം ഏത് ചോദ്യത്തിൽ കണ്ടാലും തീർച്ചയായും ആ ചോദ്യം LCMൻ്റെ ചോദ്യമാണെന്നാണ് അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല പല മോഡലുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഈ ഒരു പ്രത്യേകത ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം ഇങ്ങനെ അല്ലാതെ മറ്റൊരു ഭാഷയിൽ ചോദിക്കാനൊട്ട് പറ്റുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രയോഗം ആ ചോദ്യത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് LCM എന്ന ആശയം മനസ്സിലേക്ക് വരണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LCM കണ്ടുപിടിക്കുക എന്നൊരു നിസ്സാരമായൊരു സ്റ്റെപ്പ് മാത്രമാണ് ഈ ചോദ്യത്തിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 12ൻ്റെയും 16ൻ്റെയും LCM, 12ൻ്റെയും 16ൻ്റെയും നമുക്ക് ഹരിക്കാൻ സാധിക്കുക 4 കൊണ്ടാണ്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3, 4 എന്നീ സംഖ്യകൾ കിട്ടുന്നു. ഇനി മറ്റൊരു മൾട്ടിപ്ലിക്കേഷൻ, ഇനി മറ്റൊരു ഡിവിഷൻ നമുക്കവിടെ ഇല്ല. അപ്പോൾ 4 × 3 × 4, അതായത് 12 × 4 48 നമുക്ക് ഈ സംഖ്യകളുടെ LCM ആയിട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ ചോദ്യം, 72, 96 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? 72, 96 2 സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇവയെ നിശേഷം ഹരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഈ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞിരുന്ന ഭാഷയും ഈ ചോദ്യത്തിൽ പറഞ്ഞിരുന്ന ഭാഷയും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ചോദ്യങ്ങളുമാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത് 12 കൊണ്ടും 16 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന, ഇവിടുത്തെ ഭാഷയുമായി താരതമ്യം ചെയ്ത് നോക്കാം, 72, 96 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കുന്ന. അതായത് വ്യത്യാസം ഇതാണ്, 12, 16 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് പറഞ്ഞാൽ ആ 12ഉം 16ഉം അവിടെ ഘടകങ്ങളാണ്, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ആ സംഖ്യകൾ കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? 72നെയും 96നെയും ആണ് നമ്മൾ ഹരിക്കുന്നത്. അതായത് 72ഉം 96ഉം അവിടെ എന്താണ്? ഡിവിഡൻറ്റ് അല്ലെങ്കിൽ ഹാര്യമായിട്ടാണ് വരുന്നത്, ഫ്രാക്ഷൻ്റെ മുകളിലാണ് വരുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഭാഗത്തുള്ളൊരു വ്യത്യാസം ശ്രദ്ധിക്കുക. ഏറ്റവും വലിയ സംഖ്യ ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ LCM ആണോ HCF ആണോ എന്നൊരു ചോദ്യം നമുക്കിവിടെ വന്നാൽ ഉടൻ തന്നെ നമ്മൾ ആ ചോദ്യത്തിലേക്ക് നോക്കിയാൽ നമുക്കവിടെ ഉത്തരം കിട്ടും. എന്താണ് ഏറ്റവും വലുത്? ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കഴിഞ്ഞ ചോദ്യത്തിൽ ചോദിച്ചിരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് LCMൻ്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങളെ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ സംഖ്യകളുടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. 72ൻ്റെയും 96ൻ്റെയും HCF എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. അറിയാവുന്ന ഏതെങ്കിലും സംഖ്യ കൊണ്ട് നമ്മൾ തന്നെ ഹരിക്കുന്നു. ഇപ്പോൾ 6 കൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നതെന്ന് വിചാരിക്കുക. 6 കൊണ്ട് ഹരിച്ചാൽ 72 എന്ന് പറയുന്നത് 12 6 72, 96 16 6ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഹരണത്തിലും ഇങ്ങനെയുള്ള ഫാക്ടറൈസേഷനിലും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഗുണനപ്പട്ടിക. അത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്കൂളിൽ നമ്മൾ മാത്സിൽ നമ്മൾ കാൽക്കുലേറ്ററില്ലാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാൽക്കുലേഷനിൽ സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും ഗുണനപ്പട്ടിക അറിഞ്ഞിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സ്കൂൾ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലർക്കും. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയം നല്ല രീതിയിൽ കുറയും. അപ്പോൾ ആ ഗുണനപ്പട്ടിക അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ സാധിക്കും, പക്ഷേ സമയം കൂടുതലായിരിക്കും. അതേസമയം ഇവിടെ എല്ലാം നമുക്ക് ഗുണനപ്പട്ടിക അറിയാമെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 12, 16 എന്നിവയെ ഇനി ഹരിക്കാൻ സാധിക്കുക 4 കൊണ്ടാണ്. 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12നെ ഹരിച്ചാൽ 3ഉം 16നെ ഹരിച്ചാൽ 4ഉം കിട്ടുന്നു. ഇനിയൊരു പൊതുഘടകം നമുക്ക് എടുക്കാനായിട്ട് ഡിവൈഡ് ചെയ്യാനില്ല. അപ്പോൾ ഇതിൻ്റെ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. HCF കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് 6 × 4 ഗുണിക്കുന്നു, നമുക്ക് 24 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണ് HCFൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിൽ നിർത്തുക. ഇപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളിൽ LCMഉം HCFുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിനെ ഒന്ന് ചുറ്റി വളച്ച് ചോദിക്കുന്ന രീതിയാണ് ഈ രണ്ട് ചോദ്യങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടത്. LCMനാണെങ്കിൽ എങ്ങനെ ചോദിക്കും? 2 അതിലധികമോ സംഖ്യകളെ നിശേഷം ഹരിക്കാവുന്ന, 2 അതിലധികമോ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നായിരിക്കും ചോദ്യം. അതേസമയം HCFനാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് പോലെ 2 അതിലധികമോ സംഖ്യകൾ തന്നിട്ട് ഈ സംഖ്യകളെ നിശേഷം ഹരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ എന്നായിരിക്കും ചോദ്യം. അതുപോലെ തന്നെ പ്രധാനമായി ശ്രദ്ധിക്കുക, ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് എന്ന വാക്കിലേക്ക് നമ്മൾ വരണം, LCM ആണെന്ന് മനസ്സിലാക്കണം. ഏറ്റവും വലിയ സംഖ്യ എന്ന് കാണുമ്പോൾ ഹയസ്റ്റ് എന്ന കാര്യത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് HCF ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, 9 കൊണ്ടും 12 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? നമുക്ക് 2 സംഖ്യകൾ തന്നിട്ടുണ്ട്, 9, 12. ഈ 2 സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്? അപ്പോൾ ഇവിടെ നമുക്ക് നിശേഷം ഹരിക്കാവുന്ന 9 കൊണ്ടും 11 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന അത്രയും ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവണം? അവിടെ ഇത് LCMൻ്റെ ചോദ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ഈ ചോദ്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അപ്പോൾ 9 കൊണ്ടും 12 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ അത്രയും ഭാഗം കാണുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് LCM ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. LCM കണ്ടുപിടിച്ച ശേഷമാണ് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ 9ൻ്റെയും 12ൻ്റെയും LCM കാണുക. 9ൻ്റെയും 12ൻ്റെയും LCM കാണാനായിട്ട് നമ്മളിപ്പോൾ ഫാക്ടറൈസേഷനാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 12, 3, 36 ആദ്യമായിട്ട് 9ൻ്റെ ഒരു ഗുണിതമായി നമുക്ക് വരിക. അപ്പോൾ അത് ആലോചിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എങ്കിലും നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 3 കൊണ്ട് ഹരിക്കുന്നു,
3 കൊണ്ട് ഹരിച്ചാൽ അവിടെ ബാക്കിയാവുന്നത് 3, 4. അപ്പോൾ 3 × 3 × 4 അതായത് 36 നമുക്ക് LCM കിട്ടുക. അപ്പോൾ LCM 36 കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 12 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 36 ആണ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞ ചോദ്യമല്ല ഇത്, അല്ലേ? നമ്മുടെ ചോദ്യം എന്താണ്? ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നല്ല, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 36ൻ്റെ എല്ലാ ഗുണിതങ്ങളും നമുക്ക് 12 കൊണ്ടും 9 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. 36ൻ്റെ എല്ലാ ഗുണിതങ്ങളെയും നമുക്ക് ഈ 2 സംഖ്യകൾ കൊണ്ടും നിശേഷം ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ 36ൻ്റെ 3 അക്കത്തിലുള്ള ആദ്യത്തെ ഗുണിതം ഏതെന്നല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 36ൻ്റെ 3 അക്കത്തിലുള്ള ആദ്യ ഗുണിതം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ താരതമ്യേന ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്കതിങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ 36 കഴിഞ്ഞാൽ അടുത്ത ഗുണിതം ഏതാണെന്ന് നോക്കുക. 36 × 2 72. 36 × 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 108 ആയിരിക്കും. അപ്പോൾ 108 ആദ്യമായിട്ട് 36ൻ്റെ 3 അക്കത്തിൽ വന്ന ഗുണിതമെന്ന് പിടികിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം 108 ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഈ ചോദ്യം പല രീതിയിൽ നമുക്ക് മാറ്റി മാറ്റി ചോദിക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഈ ചോദ്യത്തിന് പല ഭാഷയിൽ നമുക്ക് ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ചോദ്യം 9 കൊണ്ടും 12 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് മാത്രമായിരുന്നു ചോദ്യമെങ്കിൽ നമ്മുടെ ഉത്തരം 36 ആയേനെ. അപ്പോൾ 36 ഉത്തരം വരുന്ന രീതിയിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. 9 കൊണ്ടും 12 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏത്? അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും 72 ആയിരിക്കും നമുക്ക് ഉത്തരമായി വരിക, അല്ലേ? കാരണം 2 അക്കത്തിൽ നമുക്ക് ഈ പറയുന്ന ലിസ്റ്റിലുള്ളത് പരമാവധി വലിപ്പമുള്ളത് 72 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന 108 3 അക്കമാണ്. അപ്പോൾ നമുക്ക് ചോദ്യകർത്താവിൻ്റെ മനോയുക്തിക്കനുസരിച്ച് നമുക്ക് പല രീതിയിൽ പല ഭാഷകളിൽ നമുക്ക് ഈ ചോദ്യം ചോദിക്കാം. അതിനനുസരിച്ച് നമ്മുടെ ഉത്തരങ്ങളും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇതേപോലെ വ്യത്യസ്തമായി വരുന്ന മറ്റ് പല ചോദ്യങ്ങളുണ്ട്. പല രീതിയിൽ നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് 15 കൊണ്ടും 25 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏത്? സംഖ്യകൾ 15ഉം 25ഉമാണ്. അപ്പോൾ 15ൻ്റെയും 25ൻ്റെയും LCM എത്രയാണ് എന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. 15ൻ്റെയും 25ൻ്റെയും LCM. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് 5 കൊണ്ടാണ്. 5 കൊണ്ട് ഹരിക്കുന്നു. നമുക്ക് ബാക്കി കിട്ടുന്നത് 3, 5 എന്നീ സംഖ്യകളാണ്. അപ്പോൾ 5 × 3 × 5 ചെയ്യുമ്പോൾ കിട്ടുന്ന 75 നമുക്ക് LCM ആയിട്ട് കിട്ടുക. 75. അപ്പോൾ 75 എന്താണെന്ന് ചോദിച്ചാൽ 15 കൊണ്ടും 25 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ 15, 25 ഇങ്ങനെ എഴുതി ഫാക്ടറൈസ് ചെയ്യാതെ ചെയ്ത് ശീലിക്കുക. ചെറിയ സംഖ്യകൾക്കും എളുപ്പമുള്ള സംഖ്യകൾക്കുമൊക്കെ നമുക്ക് അല്ലാതെ ചെയ്യാവുന്നതാണ്. അതായത് അതിനുള്ളൊരു ടിപ്പ് പെട്ടെന്ന് പറയാം. ഇപ്പോൾ 15ൻ്റെയും 25ൻ്റെയും LCM എത്രയാണ് എന്ന് ചോദിച്ചാൽ 15ൻ്റെ ഗുണിതമായി വരുന്ന 25ൻ്റെ ഗുണിതം, ഏറ്റവും ചെറിയ ഗുണിതം, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 25ൻ്റെ ഓരോ ഗുണിതങ്ങളായിട്ട് എടുത്തു നോക്കി അതിൽ 15ൻ്റെ ഗുണിതമായി വരുന്നത് ഏതാണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതിയാവും, അല്ലേ? അപ്പോൾ 25ൻ്റെ ഓരോ ഗുണിതങ്ങൾ എടുത്തു നോക്കാം. 25 മനസ്സിൽ സങ്കല്പിക്കുക, 15ൻ്റെ ഗുണിതമല്ല. 50 15ൻ്റെ ഗുണിതമല്ല. 75 വരുമ്പോൾ തീർച്ചയായും അത് 15ൻ്റെ ഗുണിതമാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ 75 അതിൻ്റെ LCM എന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിൽ ഓർത്താൽ തന്നെ ഒരുമാതിരിപ്പെട്ട സംഖ്യകളുടെയൊക്കെ നമുക്ക് പരീക്ഷകളിൽ ഒത്തിരി വലിപ്പമുള്ള സംഖ്യകൾ ചോദിക്കുന്നത് റെയറാണ്. അപ്പോൾ മിക്കവാറും സംഖ്യകൾക്കൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. LCM എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ 75 LCM ആണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് വേണ്ടത് 15 കൊണ്ടും 25 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ്. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്നാൽ നമുക്ക് 999 താഴെ വരുന്ന, അല്ലേ? 999നോട് താഴെ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഏറ്റവും വലിയ 75ൻ്റെ ഗുണിതമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ഡിവിഷൻ തന്നെയാണ്. അതായത് 3 അക്ക സംഖ്യ എന്നാൽ 1000-ൽ താഴെ ആകണം.
1000-നെ നമുക്ക് ഈ 75-മായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കുക. 1000-നെ 75 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് ഹരണഫലം നമുക്ക് പ്രസക്തിയുള്ള കാര്യമല്ല, നമുക്ക് റിമൈൻഡർ ശിഷ്ടം എത്രയാണെന്ന് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 100-ൽ നിന്ന് ഒരു 75 പോകുന്നു. 100-ൽ നിന്ന് 75 പോയി, അപ്പോൾ ഒരു 25 ബാക്കിയായി. 25-ൻ്റെ ഈ 0 കൂടെ വന്നു കഴിയുമ്പോൾ 250ആയി. ആ 250-ൽ നിന്ന് വീണ്ടും 75-ൻ്റെ ഒരു ഗുണിതം പോകുന്നു, 225. അതായത് 250-ൽ നിന്ന് നമുക്ക് പോകുന്നത് 375ആണ്. ആ 375, അതായത് 225 പോയി കഴിഞ്ഞാൽ നമുക്ക് അവശേഷിക്കുക 25 ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ശിഷ്ടമായി അവശേഷിക്കുന്നത് 25ആണ്. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, 1000-നേക്കാൾ 25 കുറച്ചാൽ, 1000-ൽ നിന്ന് 25 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 75-ൻ്റെ ഒരു ഗുണിതമായിരിക്കും, അതായത് 975. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സംഖ്യയാണ് 75-ൻ്റെ ഏറ്റവും വലിയ 3 അക്ക ഗുണിതം. അത് തന്നെയാണ് നമ്മുടെ ഉത്തരവും, 975. അടുത്ത ചോദ്യം, 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏത്? ഞാനിനി ഓരോ തവണയും എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം എത്ര സംഖ്യകളാണെങ്കിലും സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എന്ന് കാണുമ്പോൾ ഇത് LCMൻ്റെ ചോദ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിൽ വരണം. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം, ഈ കാറ്റഗറിയിൽ പെടുന്ന ചോദ്യങ്ങളുടെ എല്ലാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് LCM കണ്ടുപിടിക്കുക എന്നത് തന്നെയായിരിക്കും. അപ്പോൾ 3, 4, 5, 6 എന്നീ സംഖ്യകളുടെ LCM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 3, 4, 5, 6. അപ്പോൾ ഇതിൽ 3 എന്ന സംഖ്യ യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല, കാരണം 3-ൻ്റെ ഗുണിതമായ മറ്റൊരു ഗുണിതമായ 6 നമ്മുടെ സെറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 4, 5, 6 LCM കണ്ടുപിടിച്ചാലും സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് LCM കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ 3-നെയും 6-നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇവിടെ 4 എണ്ണത്തിൽ നിന്നും പൊതുവായ ഒരു ഘടകവും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ 2 എണ്ണം വീതം എടുത്താണ് നമുക്ക് പൊതു ഘടകങ്ങൾ എടുക്കാൻ സാധിക്കുക. അപ്പോൾ 3-ൽ നിന്നും 6-ൽ നിന്നും നമുക്ക് 3 എന്ന പൊതു ഘടകം കിട്ടുന്നു. അപ്പോൾ അവശേഷിക്കുന്നത് 1, 4, 5, 2. ഇനി 2, 4 എന്നീ സംഖ്യകളിൽ നിന്ന് നമുക്ക് 2 എന്നൊരു പൊതു ഘടകം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി എടുത്ത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവശേഷിക്കുന്നത് 1, 2, 5, 1 എന്നായിരിക്കും. ഇനി മറ്റൊരു ഡിവിഷൻ അവിടെ ബാക്കിയില്ല. അപ്പോൾ നമുക്ക് അവശേഷിക്കുന്ന സംഖ്യകളൊന്ന് ഗുണനഫലം എടുത്ത് നോക്കാം. 3 × 2 6, 5 × 2 10. അപ്പോൾ 6 × 10 60 നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന LCM, 60. അപ്പോൾ 60 എന്ന LCM കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കുക. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 1000-ന് ശേഷം വരുന്ന, അല്ലെങ്കിൽ 1000-നോട് തൊട്ട് മുകളിൽ വരുന്ന ഒരു 4 അക്ക സംഖ്യ, അത് 60-ൻ്റെ ഗുണിതവുമാവണം. അതെങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ ചെയ്തതുപോലെ തന്നെ 1000-നെ നമ്മൾ 60 കൊണ്ട് ഹരിക്കുന്നു. 1000-നെ 60 കൊണ്ട് ഹരിക്കുന്നു. പക്ഷേ ഇവിടെ നമുക്ക് താഴെയുള്ളതല്ല മുകളിലുള്ളതാണ് വേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മയിൽ നിർത്തുക. അപ്പോൾ 100-ൽ നിന്ന് ഒരു 60 കിട്ടുന്നു. 100-ൽ നിന്ന് 60 പോയാൽ ബാക്കിയാവുന്നത് 40. അപ്പോൾ ആ 40 400-ൽ നിന്ന് 360 നമുക്ക് കിട്ടുക. 60-ൻ്റെ ഗുണിതം 360. അപ്പോഴും ശിഷ്ടമാവുന്നത് 40 തന്നെ. അപ്പോൾ അവിടുന്ന് അവസാനമായി ഒരു ശിഷ്ടം നമുക്ക് കിട്ടുന്നത് 40. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 40 ശിഷ്ടം കിട്ടിയാൽ അതിനർത്ഥം 1000-നേക്കാൾ 40 താഴെ ഒരു ഗുണിതമുണ്ടെന്നാണ്. 1000-ൽ നിന്ന് 40 കുറച്ചാൽ നമുക്കൊരു ഗുണിതം കിട്ടും. പക്ഷേ നമുക്ക് 1000-നോട് 40 കൂട്ടിയാൽ ഒരിക്കലും ഒരു ഗുണിതം കിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് ഈ 3 അക്കത്തിലുള്ള ഏറ്റവും വലുതാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് 1000 - 40 ചെയ്ത് 960 എന്നുത്തരം എഴുതാം. പക്ഷേ നമ്മുടെ ചോദ്യം 4 അക്കത്തിലുള്ള ഏറ്റവും ചെറുത് ഏതാണെന്നാണ്, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ കിട്ടിയിരിക്കുന്ന 1000-നോട് നമ്മൾ കൂട്ടേണ്ടത് 40-ഉം 60-ഉം തമ്മിലുള്ള വ്യത്യാസമായ 20 ആയിരിക്കും. മുകളിലോട്ടാണെങ്കിൽ കൂട്ടേണ്ടത് തന്നിരിക്കുന്ന ആ കിട്ടിയിരിക്കുന്ന ശിഷ്ടം എടുത്ത് കൂട്ടരുത്, മറിച്ച് ആ ശിഷ്ടവും സംഖ്യയുമായുള്ള വ്യത്യാസം എടുത്തായിരിക്കും നമ്മൾ കൂട്ടേണ്ടി വരിക. അപ്പോൾ നമുക്ക് 1000 + 20 1020 എന്ന ഉത്തരത്തിലേക്ക് എത്താം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത്
നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എന്നും ചോദിക്കാം, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ എന്നും ചോദിക്കാം. ഏറ്റവും വലിയ 3 അക്കം എന്നാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം ഇവിടുന്ന് നമ്മൾ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് 1000-ൽ നിന്ന് 40 കുറയ്ക്കുകയായിരിക്കും ചെയ്യുക. 1000-ൽ നിന്ന് 40 കുറച്ചാൽ നമുക്ക് 960 എന്ന സംഖ്യ കിട്ടും. ഇതെന്താണ്? 3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ചോദിച്ചപ്പോൾ നമ്മൾ ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. അതായത് കിട്ടിയ ശിഷ്ടവും ഈ സംഖ്യയുമായി 60-മായിട്ടുള്ള വ്യത്യാസം എടുത്തു. ആ വ്യത്യാസമാണ് നമ്മൾ 1000-ന് മുകളിലേക്ക് ആഡ് ചെയ്തത്. 21 കൊണ്ട് ഹരിച്ചാലും 12 കൊണ്ട് ഹരിച്ചാലും 6 ശിഷ്ടം കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഇവിടെയും നമ്മൾ അതേ ടൈപ്പിൽ തന്നെയുള്ള മറ്റൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 21 കൊണ്ട് ഹരിച്ചാലും 12 കൊണ്ട് ഹരിച്ചാലും 6 ശിഷ്ടം കിട്ടണം. അപ്പോൾ 21, 12 6 ശിഷ്ടം കിട്ടണമെന്ന് പറയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതെല്ലാം നിശേഷം ഹരിക്കുന്ന കേസുകളായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 6 ശിഷ്ടം കിട്ടുന്ന സംഖ്യയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോജിക്ക് പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സംഖ്യകളുടെ LCM ആണ് ഇവിടെയും നമ്മൾ എടുക്കേണ്ടത്. ഈ സംഖ്യകളുടെ LCM എന്താണെന്ന് ആലോചിക്കുക. 21 കൊണ്ട് ഹരിച്ചാലും 12 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം ഒന്നും കിട്ടാത്ത, അതായത് ശിഷ്ടം 0 ലഭിക്കുന്ന സംഖ്യയാണെങ്കിൽ നമുക്ക് LCM കണ്ടുപിടിക്കാമായിരുന്നു. അപ്പോൾ LCMനെ ഹരിച്ചാൽ ശിഷ്ടം 0 ആണെങ്കിൽ LCMനേക്കാൾ 6 കൂടുതലുള്ള ഒരു സംഖ്യയാണെങ്കിലോ അപ്പോൾ നമുക്ക് 6 ശിഷ്ടം ലഭിക്കും അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ആ ചിന്ത ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാം. LCMനെ ആണെങ്കിൽ 0 ശിഷ്ടം കിട്ടുക. LCMനെ നമ്മൾ 21 കൊണ്ട് ഹരിച്ചാലും 12 കൊണ്ട് ഹരിച്ചാലും അത് ഗുണിതമായതുകൊണ്ട് 0 ശിഷ്ടം കിട്ടുക. അപ്പോൾ LCMനേക്കാൾ 6 കൂടി വർദ്ധിപ്പിച്ച ഒരു സംഖ്യയാണെങ്കിൽ നമുക്കവിടെ നിന്ന് തീർച്ചയായിട്ടും കിട്ടുന്ന ശിഷ്ടം 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക, അതിനോട് 6 കൂട്ടുക. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. LCM 21-ൻ്റെയും 12-ൻ്റെയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 21, 12 എന്നിവ 3ൻ്റെ ഗുണിതങ്ങളായ സംഖ്യകളാണ്. 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 7, 4 എന്നിങ്ങനെ കിട്ടുന്നു. 7, 4 അത്രയും ആ സംഖ്യകളെ മുഴുവൻ പ്രോഡക്റ്റ് എടുക്കുന്നു. 3 × 7 × 4 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് LCM കിട്ടുന്നു. LCM അവിടെ 84ആണ്. ആ 84നോട് 6 കൂട്ടിയാൽ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. 84 + 6 കൂട്ടുമ്പോൾ കിട്ടുന്ന 90 നമുക്ക് വേണ്ട ഉത്തരം. 90നെ നമുക്ക് 21 കൊണ്ടോ 12 കൊണ്ടോ ഹരിച്ചാൽ 6 ശിഷ്ടം കിട്ടുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഒരു പരീക്ഷാ ഹോളിലിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ഐഡിയൽ മെത്തേഡ് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതേപടി അപ്ലൈ ചെയ്യാൻ നമുക്ക് ഓർമ്മശക്തി അല്ലെങ്കിൽ ആ ഒരു മനസാന്നിധ്യം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഒരു എക്സാം ഹോളിലിരിക്കുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് നമ്മൾ മറന്നുപോയി, LCM എല്ലാം നമ്മൾ മറന്നുപോയി, LCM എന്ന് പറയുന്ന ആശയം നമുക്കവിടെ ചിന്തിച്ചെടുക്കാൻ സാധിച്ചില്ല. അപ്പോഴും നമുക്ക് ആ ചോദ്യം സോൾവ് ചെയ്യാൻ സാധിക്കും. കാരണം പരീക്ഷാ ഹോളിൽ നമുക്ക് 4 ഓപ്ഷൻസ് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ആ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലും നമുക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്താലും നമുക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. അതായത് ഓരോ ചോദ്യത്തിലെയും സംഖ്യ എടുക്കുന്നു, എന്നിട്ട് 21 കൊണ്ടും ഹരിച്ചു നോക്കുന്നു, 12 കൊണ്ടും ഹരിച്ചു നോക്കുന്നു. അപ്പോൾ 6 ശിഷ്ടം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. 6 ശിഷ്ടം കിട്ടുന്നില്ലെങ്കിൽ വെട്ടിക്കളയുന്നു അല്ലേ? ഇനി അടുത്ത ഓപ്ഷൻ എടുക്കുന്നു, ഇതേപോലെ തന്നെ 2 സംഖ്യകൾ കൊണ്ട് ഹരിച്ചു നോക്കുന്നു, ശിഷ്ടം എത്രയാണെന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ 6 ശിഷ്ടം തരുന്ന തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതിയാവും. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ 21 കൊണ്ടും 12 കൊണ്ടും ഹരിക്കുമ്പോൾ 6 ശിഷ്ടം ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഇതിൻ്റെ ഐഡിയൽ മെത്തേഡ്. കാരണം ഇതിൽ നിന്നും നമുക്ക് ഉത്തരമാണ് ലഭിക്കുന്നത് അല്ലേ? മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ ഉള്ള ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ 4 ഓപ്ഷൻസിലും ചിലപ്പോൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. 4 ഓപ്ഷൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു ഉത്തരം കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞത്, നമുക്ക് ഇൻ കേസ് നമുക്കൊരു പരീക്ഷാ ഹോളിലിരിക്കുമ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയം ബാക്കിയുണ്ട്, നമുക്ക് 1-2 ചോദ്യങ്ങൾ മിച്ചം കിടപ്പുണ്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ സാധിക്കുമല്ലോ. ആ രീതിയിലുള്ള ഒരു ഓപ്ഷനായിട്ടാണ് ഞാൻ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് LCM ആപ്ലിക്കേഷൻ വരുന്ന ചില ചോദ്യങ്ങളാണ്. എന്നാൽ അതിലൊന്നും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, LCM എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. LCM ഉപയോഗിച്ചാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെത്തേഡുകൾ പരിചയപ്പെട്ടിരിക്കേണ്ടതും ചോദ്യങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ മുൻപ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് പഠിച്ച് അതേ രീതിയിൽ പലതവണ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ നമുക്കത് പരീക്ഷാ ഹാളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് ആ ചോദ്യം നഷ്ടപ്പെടുത്താതെ പഠിക്കാം. താങ്ക് യു.